ഹായ് ഓൾ, വെൽക്കം ടു കൺസെപ്റ്റ്സ്. ഇന്ന് നമ്മൾ PSC വിളിച്ചിട്ടുള്ള പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ നോട്ടിഫിക്കേഷനിലുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാറ്റഗറി നമ്പർ 250/2021 ആണ് പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന പോസ്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ നോട്ടിഫിക്കേഷൻ വന്നത് 2/8/2021 ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ളത് അടുത്ത മാസം 8-ാം തീയതി, അതായത് 8/9/2021 സെപ്റ്റംബർ 8-ാം തീയതി വരെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഉണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവർ ഉടനെ തന്നെ അപ്ലൈ ചെയ്യാം. സോ ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ചേക്കുന്നത് പോലീസിലാണ്, ടെലികമ്മ്യൂണിക്കേഷൻസ് പോലീസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലാണ് വിളിച്ചേക്കുന്നത്. പോസ്റ്റിൻ്റെ പേര് പോലീസ് കോൺസ്റ്റബിൾ ആണ്, ടെലികമ്മ്യൂണിക്കേഷൻസ്. സ്കെയിൽ ഓഫ് പേ 22,200 മുതൽ 48,000 വരെയാണ്. ആൻഡ് വേക്കൻസീസ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടില്ല, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രയുണ്ടെന്ന് അറിവില്ല. എന്നാലും ലിസ്റ്റിൽ വരുന്ന എല്ലാവർക്കും പ്ലേസ്മെൻറ്റ് ഉണ്ടാവും എന്നാണ് ഇപ്പോഴത്തെ ഒരു അറിവ്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, അതായത് എക്സാം എഴുതുക, നമ്മുടെ സാധാരണ PSC എക്സാംസ് എഴുതി കയറുക എന്നുള്ളതാണ്, റാങ്ക് ലിസ്റ്റിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ടു ബി നോട്ടഡ്, ഡിഫറൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സും, അതായത് അംഗവൈകല്യമുള്ള കാൻഡിഡേറ്റുകളും ഫീമെയിൽ കാൻഡിഡേറ്റുകളും എലിജിബിൾ അല്ല അപ്ലൈ ചെയ്യാൻ. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഡിഫറൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 26 വയസ്സ് വരെയാണ്. ഒൺലി കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2/1/1995 ആൻഡ് 1/1/2003, അതായത് 2/1/95 മുതൽ 1/1/2003 വരെ ഉള്ള കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും OBCക്കും ഒക്കെ അതായത് ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, എക്സ് സർവീസ്മെന്നിന് മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 41 ആണ്. പിന്നെ ബാക്കിയുള്ള ഏജ് റിലാക്സേഷൻ കണ്ടീഷൻസ് ഒന്നും ഇതിന് ആപ്ലിക്കബിൾ അല്ല. അത് പാരാ 2 ഓഫ് ജനറൽ കണ്ടീഷൻസ് എന്ന് ഇവർ പറയുന്നുണ്ട്. ആ സാധാരണ വരുന്ന പോസ്റ്റുകൾക്കുള്ള ജനറൽ കണ്ടീഷൻസ് ഒന്നും ഈ ഒരു പോസ്റ്റിന് ബാധകമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും അതുപോലെ OBCക്കും എക്സ് സർവീസ്മെന്നിനും റിലാക്സേഷൻ ഉണ്ട്. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻസ് നോക്കാം. ക്വാളിഫിക്കേഷൻസ് പല ക്രൈറ്റീരിയാസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പാസ് ഇൻ ദി SSLC എക്സാമിനേഷൻ ഓർ ഇറ്റ്സ് ഇക്വലൻറ്റ്. ഇനി ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ NTC ഇൻ റേഡിയോ, ടെലിവിഷൻ, ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ, ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇക്വലൻറ്റ് approved by Government of Kerala or equivalent qualification prescribed in respect of ex-service personnel. അതായത് ഈ രണ്ട് കാറ്റഗറിയും വേണം. എന്താണ്, റേഡിയോ, ടെലിവിഷൻ, ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ, ഇൻഫർമേഷൻ ടെക്നോളജി ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം NTC. അപ്പോൾ ബിടെക്കുകാർക്കും അത് അപ്ലൈ ചെയ്യാം. ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ ഇക്വലൻസി വെച്ചിട്ട് കൊടുക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെന്താണ്, എക്സ് സർവീസ് പേഴ്സണൽസിനും ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടാവും, അത് പ്രകാരം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ്സ് ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് കൊടുക്കുന്ന കാൻഡിഡേറ്റ്സിന് ഇക്വലൻസി എപ്പോൾ വെരിഫിക്കേഷൻ ടൈമിലാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡിപ്ലോമക്കാരും ബിടെക്കുകാരും ഒക്കെ ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഇക്വലൻസി സർട്ടിഫിക്കറ്റും കൂടെ നമ്മൾ വെരിഫിക്കേഷൻ ടൈമിൽ പ്രൊവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ റിലവൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ഓർഡർ പ്രൊവൈഡ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ രണ്ട് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഒന്ന് എഡ്യൂക്കേഷണലും പിന്നെ ഒന്ന് ടെക്നിക്കലുമാണ്. പിന്നെ തേർഡ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ കണ്ടീഷൻസ് ആണ്. സോ ഫിസിക്കൽ കണ്ടീഷൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 167 സെൻറ്റിമീറ്റർ മിനിമം ഉണ്ടാകണം. ആൻഡ് ചെസ്റ്റ് 81 സെൻറ്റിമീറ്റേഴ്സ് വിത്ത് എ മിനിമം എക്സ്പാൻഷൻ ഓഫ് 5 സെൻറ്റിമീറ്റർ.
ഇനി മിനിമം ഹൈറ്റും ചെസ്റ്റ് മെഷർമെൻറ്റും ഷാൽ ബി 160 cm and 76 cm റെസ്പെക്റ്റീവ്ലി ഫോർ SC/ST കാൻഡിഡേറ്റ്സ്. SC/ST കാൻഡിഡേറ്റ്സിന് റിലാക്സേഷൻ ഉണ്ട്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ 160 cm മതി. അതുപോലെ തന്നെ ചെസ്റ്റ് 76 cm മതി. And chest expansion 5 cm shall however applicable to them also. അപ്പോൾ ചെസ്റ്റ് എക്സ്പാൻഷൻ 5 cm തന്നെ വേണം. പക്ഷേ ഹൈറ്റിനും ചെസ്റ്റിനും റിലാക്സേഷൻ ഉണ്ട് SC/ST കാൻഡിഡേറ്റ്സിന്. ഇനി മൂന്നാമത്തെ ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ്, അതായത് കണ്ണിൻ്റെ കാഴ്ച വിത്തൗട്ട് ഗ്ലാസസ് പറയുന്നുണ്ട്. ഡിസ്റ്റൻറ്റ് വിഷൻ 6/6 ആയിരിക്കണം. അതുപോലെ തന്നെ റൈറ്റ് ഐക്കും ലെഫ്റ്റ് ഐക്കും 6/6 ആയിരിക്കണം. നിയർ വിഷൻ ആകുമ്പോൾ 0.5 ആയിരിക്കണം രണ്ടൈക്കും. ഫുൾ ഫീൽഡ് വിഷൻ വേണം. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊരു ഒരു ഐ ഡോക്ടറെ കണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെച്ചേക്കണം. ഇനി നാലാമത്തെ ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ സ്പീച്ചും ഹിയറിങ്ങും ഒക്കെ ക്ലിയർ ആയിരിക്കണം. അതായത് സംസാരശേഷിയും കേൾവിശക്തിയും ഒക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. ഇപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, അതും ക്വാളിഫൈ ചെയ്യണം. അത് 8 ഇവൻറ്റ്സ് ഉണ്ട്, അതിൽ 5 എണ്ണത്തിലെങ്കിലും ക്വാളിഫൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ ആ 8 ഐറ്റംസും നോട്ടിഫിക്കേഷൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. 100 meters റൺ ഉണ്ട്. മിനിമം സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ 14 seconds ആണ്. പിന്നെ ഹൈ ജമ്പ് 132.2 cm, ലോങ് ജമ്പ് ഉണ്ട്, അത് 457.2 cm. പിന്നെ പുട്ടിങ് ദി ഷോർട്ട് പുട്ട് ഉണ്ട്, ഓഫ് വെയ്റ്റ് 7.264 kg ആണ്, അതും 609.6 cm. ഇങ്ങനെ 8 എണ്ണത്തിൻ്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതിൽ 5 എണ്ണമെങ്കിലും മിനിമം സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യണം. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ നോക്നി എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവരുത്. നോക്നി എന്ന് പറയുമ്പോൾ എന്താണ്? കാൽമുട്ട് അടുത്തിരിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ കാല് ഇങ്ങനെയാണ്, 2 കാലും കൂടെ വെക്കുമ്പോൾ ഇങ്ങനെ വരരുത്. 2 നീസും, അതായത് 2 മുട്ടും അടുത്തടുത്ത് വന്നിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ വിടർന്നിരിക്കുന്ന ഒരു രീതിയിലുള്ള കാലുകൾ ഉണ്ടെങ്കിൽ അവർ എലിജിബിൾ അല്ല. അതുപോലെ ഫ്ലാറ്റ് ഫൂട്ട് ആണെങ്കിൽ എലിജിബിൾ അല്ല. ഫ്ലാറ്റ് ഫൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അറിയാലോ, ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന ഫൂട്ട്. നോർമൽ ഫൂട്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ. ഇവിടെ ലിംസ് വന്നിട്ട് നിങ്ങൾക്കറിയാമല്ലോ, നോർമൽ ഫുട്ട്. സോറി, ഇങ്ങനെയൊന്നും അല്ല. അപ്പോൾ ഫ്ലാറ്റ് ഫുട്ട് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ വെരിക്കോസ് വെയിൻ പറ്റില്ല. ബോ ലെഗ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നോക്നീൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. വളഞ്ഞ ലെഗ് ആയിരിക്കും. നേരെ വന്നിട്ട് ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കില്ലേ മുട്ടിൻ്റെ അവിടെ നിന്ന്, ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലുള്ള ലെഗ്സ് ഉള്ളവർക്കും പറ്റില്ല. പിന്നെ എന്തെങ്കിലും ലിംസിനൊക്കെ എന്തെങ്കിലും ഡിഫോംഡ് ലിംസ് ഒക്കെ ആണെങ്കിൽ അതും പറ്റില്ല. പിന്നെ ഇറഗുലർ ആൻഡ് പ്രൊട്രൂഡിങ് ടീത്ത്, പല്ലിൻ്റെ നിര തെറ്റിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പറ്റില്ല. ഡിഫക്റ്റീവ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഉള്ള മെയിൽസിനാണെങ്കിലും പറ്റില്ല. ഇനി ഫിസിക്കൽ മെഷർമെൻറ്റ്സ് ഉണ്ടല്ലോ, ഫിസിക്കൽ എലിജിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഹൈറ്റ്, ചെസ്റ്റിൻ്റെ അളവ്, ഐസിൻ്റെ ഐ സൈറ്റ്, അതുപോലെ ഹിയറിംഗ്, സ്പീച്ച് ഒക്കെ ഇമ്പയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ കയറ്റില്ല. അതിന് മുന്നേ തന്നെ അവർ ക്വാളിഫൈഡ് അല്ലാതെ ആകുന്നു. ഓക്കെ. അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് കയറണമെങ്കിൽ ഫിസിക്കൽ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. ആൻഡ് ഫിസിക്കൽ മെഷർമെൻറ്റ് എടുക്കുന്നത് അറ്റ് ദി ടൈം ഓഫ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ആ സമയത്തായിരിക്കും ഫിസിക്കൽ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കുക. ആൻഡ് എന്തെങ്കിലും ഇഞ്ചുറീസോ ആക്സിഡൻസോ ഒക്കെ ഉണ്ടാകണമെങ്കിൽ പിന്നെ അവർക്ക് വീണ്ടും ആ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇനി കാൻഡിഡേറ്റ്സ് ഈ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യണം. ആൻഡ് പിന്നെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും പ്രൊഡ്യൂസ് ചെയ്യണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. എന്തൊക്കെയാണ് അതിൽ വേണ്ടത്? ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ഐസൈറ്റ് വിത്തൗട്ട് ഗ്ലാസസ്, അതിൻ്റെ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഓഫീസേഴ്സിന് തന്നെ ആയിരിക്കണം. നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് ആൻ അസിസ്റ്റൻറ്റ് സർജൻ അല്ലെങ്കിൽ ജൂനിയർ കൺസൾട്ടൻറ്റ്, അങ്ങനെയുള്ള അവരിൽ താഴ്ന്ന
പൊസിഷനിലുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു അസിസ്റ്റൻറ്റ് സർജനോ അല്ലെങ്കിൽ ജൂനിയർ കൺസൾട്ടൻറ്റോ ആയിട്ടുള്ള ഗവൺമെൻറ് ഡോക്ടറെ കൊണ്ട് തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുക. ആൻഡ് കണ്ണിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് വിത്തൗട്ട് ഐസ് ആയിരിക്കും, വിത്തൗട്ട് സ്പെക്സ് അല്ലെങ്കിൽ കണ്ണാടി ഇല്ലാണ്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ഐ സൈറ്റ് വിത്തൗട്ട് ഗ്ലാസസ് ആണ് വേണ്ടത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റ് നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് പോയി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ഓഫീസറുടെ സീലും സിഗ്നേച്ചറും ഒക്കെ വെച്ചിട്ട് കൊണ്ടുവരിക. ഓഫീസ് സീലൊക്കെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പേജ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പോകണം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ക്വാളിഫിക്കേഷൻസ് എന്നുള്ള പറയുന്ന പോർഷൻ കഴിഞ്ഞു. ക്വാളിഫിക്കേഷൻ ആക്ച്വലി 4 ക്വാളിഫിക്കേഷനാണുള്ളത്. ഒന്ന് ഫസ്റ്റ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ SSLC പാസ്സായിരിക്കണം. പിന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ NTC വേണം. ഞാൻ പറഞ്ഞ കുറേ സബ്ജക്ട്സുകളുണ്ട്, അതിൽ NTC വേണം അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻറ്റ് വേണം. പിന്നെ ഫിസിക്കൽ ടെസ്റ്റ്, ഫിസിക്കൽ ഐൻ്റെ കണ്ണിൻ്റെ കാര്യം, പിന്നെ ഹിയറിംഗ്, അതുപോലെ തന്നെ ഹൈറ്റ്, ചെസ്റ്റ് മെഷർമെൻറ്റ്, അതൊക്കെ മിനിമം ക്വാളിഫിക്കേഷൻ വേണം. പിന്നെ ഉള്ളത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. അങ്ങനെ 4 ഭാഗമായിട്ടാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി അടുത്തത് ട്രെയിനിങ് ആണ്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എവറി കാൻഡിഡേറ്റ് സെലക്ടഡ് ഫോർ ദി അപ്പോയിൻമെൻറ്റ് as police constable telecommunication shall undergo 9 months of normal police training. 9 മാസത്തെ നോർമൽ പോലീസ് ട്രെയിനിങ് ഉണ്ട്. ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് ട്രെയിനിങ് ദി സെലക്ടഡ് കാൻഡിഡേറ്റ് ഷാൽ അണ്ടർഗോ ടെക്നിക്കൽ ട്രെയിനിങ് ഇൻ ഓപ്പറേഷൻ, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർസ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ്. ടെക്നിക്കൽ ട്രെയിനിങ്ങും ഇതിൻ്റെ ഭാഗമായിട്ട് തരും. ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് ട്രെയിനിങ് ദി സെലക്ടഡ് കാൻഡിഡേറ്റ് ഷാൽ ബി പെയ്ഡ് സ്റ്റൈപ്പൻഡ്.
സ്റ്റൈപ്പൻഡ് കിട്ടും ഈക്വൽ ടു ദി മിനിമം ഓഫ് ദി സ്കെയിൽ ഓഫ് പേ ഓഫ് പോലീസ് കോൺസ്റ്റബിൾ. ദാറ്റ് ഞാൻ നേരത്തെ ഒരു സ്കെയിൽ ഓഫ് പേ പറഞ്ഞല്ലോ, അതിൻ്റെ മിനിമം പോർഷൻ, അതായത് 22,000 എത്രയാണ് അത് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡായിട്ട് ആ ഒരു ട്രെയിനിങ് പീരീഡ്, അതായത് 9 മാസക്കാലം കിട്ടുന്നതാണ്. ആൻഡ് ദി പീരീഡ് ഓഫ് ട്രെയിനിങ് ഷാൽ നോട്ട് ബി കൗണ്ടഡ് ഫോർ പ്രൊബേഷൻ ഓർ ഇൻക്രിമെൻറ്റ്. ഇൻക്രിമെൻറ്റിനും പ്രൊബേഷൻ പീരീഡ് ഒന്നും ഈ പീരീഡ് ഓഫ് ട്രെയിനിങ് കാൽക്കുലേറ്റ് ചെയ്യില്ല. ഇപ്പോൾ 9 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 2 വർഷത്തെ പ്രൊബേഷൻ കാലാവധിയുണ്ട്. പ്രൊബേഷൻ കാലാവധി എന്ന് പറയുമ്പോൾ ഓൺ ഡ്യൂട്ടി ആണ്. 3 വർഷം കൊണ്ട് ഈ 2 വർഷത്തെ പീരീഡ് കംപ്ലീറ്റ് ചെയ്യണം, പ്രൊബേഷൻ പീരീഡ്. അതായത് എവറി പേഴ്സൺ അപ്പോയിൻറ്റഡ് ടു ദി കാറ്റഗറി ഷാൽ ഫ്രം ഡേറ്റ് ഓൺ വിച്ച് ഹി ജോയിൻസ് ഡ്യൂട്ടി after successful completion of training be on a probation for a total period of 2 years on duty within a continuous period of 3 years. 3 വർഷം കൊണ്ട് 2 വർഷത്തെ പ്രൊബേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാണ് അവർ പറയുന്നത്. ഇനി ബോണ്ട് ഉണ്ട്, ഒരു 5,000 റുപ്പീസിൻ്റെ ബോണ്ട് ഉണ്ട്. ആ ബോണ്ട് വെച്ചിട്ട് 5 വർഷം മിനിമം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കും എന്നുള്ള ബോണ്ടാണ്, അതും പറയുന്നുണ്ട് നോട്ടിഫിക്കേഷനിൽ തന്നെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ്റെ നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങൾ. എല്ലാ ക്വാളിഫിക്കേഷൻസും അറിഞ്ഞിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അപ്ലൈ ചെയ്യുന്നത് PSCയുടെ തുളസി സൈറ്റിൽ കൂടെ ആയിരിക്കും. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ PSCയുടെ സൈറ്റിൽ കയറിയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷനെ കുറിച്ചൊക്കെ കൂടുതൽ, എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൂടുതൽ വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻസിൻ്റെ ആപ്ലിക്കേഷൻ്റെ ക്വാളിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നവർ മാത്രം അപ്ലൈ ചെയ്യുക. ആ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസിന് മാത്രമേ ഉള്ളൂ ഈക്വലൻസി വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ബാക്കി ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസും അതുപോലെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, അതൊക്കെ പാസ്സാവും എന്ന് ഉറപ്പുള്ളവരെ അപ്ലൈ ചെയ്യുക. പിന്നെ വരുന്നത് ട്രെയിനിങ്ങും പ്രൊബേഷനുമാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം PSCയുടെ തുളസി സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.